എല്ലാവരോടും ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ പാവം ഞാൻ മുമ്പേ ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ ഇത് ലെങ്ത്ത് കൂടുതലുണ്ടായതുകൊണ്ട് ഞാൻ പകുതിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ ആ വാഹ അവിടെ നിന്ന് പിടിച്ച് കരയ്ക്ക് കയറ്റി ഇട്ടിരിക്കുന്ന മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിലിടും. നമ്മൾ അതിൻ്റെ തൂക്കവും എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. നമ്മളിതിൻ്റെ ലെങ്ത്ത് കൂടുതലുണ്ടായതുകൊണ്ടാണ് വാഹ ഞാൻ അടിച്ച് പിടിച്ച് നമ്മൾ ഞാൻ കരക്കിടുന്നത് വരെ നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ തുടർന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് തൊടിയൂര. ഇപ്പോൾ രാവിലെ നമ്മൾ പുതിയ ഹാൻഡ് മെയ്ഡ് പണിഞ്ഞായിരുന്നു. അപ്പം 3-4 പേർക്ക് നമ്മൾ കൊറിയർ അയച്ച് അങ്ങനെ അതിൽ നിന്ന് ഒരു സാമ്പിൾ ഞാൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ രണ്ടാമത് പണിഞ്ഞ അതിനകത്തുനിന്ന് ഒരു സാമ്പിൾ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ നോക്കി. അല്ല, അടിപൊളി ഒരു 4.5 കിലോ എങ്ങാണ്ട് വരും ഒരു വാഹ. നമ്മളെല്ലാം കിട്ടിയതിനേക്കായും ഇവിടെ ഉണ്ട്. അതിനെന്തായാലും ഒരു പരുവത്തിൽ കൂടെ വലിച്ച് ഞാൻ അകത്ത് കയറ്റിയത്. ഓക്കെ, പുല്ല ഇത് പറഞ്ഞു പോകില്ല. ഇത് പറഞ്ഞു പോകത്തില്ല. ഇത് കറക്റ്റ് അടിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി ഒരു പുല്ല. പശാനെ ഹെവി സൈസ് ആകണം. അടിപൊളിയാണ്. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ്, അടിയിലൊക്കെ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ് കിട്ടിയപ്പോൾ ആ സൈഡിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വാഹയെന്ന് പറഞ്ഞപ്പോൾ അടിപൊളി വാഹകളാണ്. പക്ഷെ ഇത്തിരി നേരം നമ്മൾ നിന്ന് വെയിറ്റ് ചെയ്തെങ്കിൽ അതിനെയൊക്കെ കിട്ടത്തുള്ളൂ. അല്ല, കുറേ നേരം വെയിറ്റ് ചെയ്യുവാൻ. വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് 2 എണ്ണം കിട്ടുന്നത്. നമ്മുടെ ഈ വലത്തെ സൈഡിൽ നിന്ന് നീങ്ങി വരുന്ന കാണാം. എന്തോ ഭാഗ്യം അതിനെ കിട്ടിയത്. അപ്പോൾ എൻ്റെ ഹാൻഡ് മെയ്ഡ് ഡാർട്ടിൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയാണ്. കാരണം എൻ്റെ ബാക്കിലത്തെ കെട്ട് വരുന്നുണ്ട്, 2 എണ്ണം വരുന്നുണ്ട്. ഉണ്ടോ, അടി ഇട്ടിട്ടുണ്ട് അതിന്. ഇനി കുറേ നേരം ഇവിടെ കിടന്നങ്ങ് ഫൈറ്റാണ്, ഭയങ്കര ഫൈറ്റാണ്. നമ്മൾ കയ്യിലൊന്നും നിൽക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് ഞാൻ ഈ സൈഡ് വാളിൻ്റെ സൈഡിൽ കയറി നിൽക്കുക. അതാ ക്യാമറ അങ്ങോട്ട് സൈഡിലോട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ ചരിഞ്ഞെങ്കിലേ സൈഡിലോട്ടുള്ളത് കാണാൻ പറ്റും. അങ്ങനെ ഒരു വിധത്തിലാണ് ഇങ്ങനെ കാണിക്കുന്നത്. കൂടെ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കുള്ളേ. അങ്ങനെ കുറേ നേരം എന്തോ ഫൈറ്റ് ചെയ്ത് അവസാനം അതിൻ്റെ അടിയിൽ കല്ലും കമ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ കിട്ടി. അത് കുരുങ്ങ പൊട്ടിപ്പോയാലും വേണ്ടിയില്ല, കുരുങ്ങുള്ള അവസരം നമ്മൾ കൊടുക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് പിടിച്ച് വലിച്ചത്. ബ്രൈഡ് പൊട്ടിയാലും വിഷയമില്ലെന്ന് വിചാരിച്ചിരുന്നത്. എന്തായാലും ബ്രൈഡ് പൊട്ടിയില്ല, പുതിയ ബ്രൈഡായിരുന്നു, അത് പൊട്ടിയില്ല. അതുകൊണ്ട് എന്തോ ഒരു ഭാഗ്യമുണ്ട്. എന്നാലും മാക്സിമം ഇതിൻ്റെ അടിയിലോട്ട് ഈ പന്ന പോച്ചയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കത് കിട്ടത്തില്ല. ഇല്ല, ഞാൻ നമ്മൾ വലിക്കുന്ന നേരത്ത് പോച്ചയെല്ലാം ഞാൻ അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഈ ഭാഗത്ത് തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഭാഗമുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ അടിക്കുന്നുണ്ട്. അത് ഈ പോച്ചയുടെ കീഴിൽ കയറി നമ്മുടെ ആ ഡാർട്ടും പൊട്ടിയേ പോയത്. അത് അങ്ങനെ കൊണ്ട് പൊട്ടി, നമ്മൾ ഡാർട്ട് കയ്യിൽ നിന്ന് പോയി, ബ്രൈഡ് പൊട്ടി അങ്ങ് പോയി. നല്ലൊരു വാഹയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് കൂടുതലുണ്ടായിട്ടാണ് ഞാൻ ഇത് 2ആയിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിനെ കുറേ ഞാൻ അടുപ്പിക്കണം. കണ്ടില്ലേ, ആ ചപ്പിനകത്തെല്ലാം കയറി കുരുങ്ങി അടിയിലാണ് ആ പായലും ഈ പന്ന പോച്ചയും കിടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. എന്തായാലും ഇടത്തെ സൈഡിലോട്ടൊന്നും പോകുന്ന കാര്യമായി. അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ ഒട്ടും കിട്ടത്തില്ല. അതിൻ്റെ അടിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല, പൊട്ടിച്ച് കളയാനേ പറ്റും. എന്തോ പായത്തിന് നമുക്ക് അതിനെ കിട്ടിയത്. എന്തായാലും പതുക്കെ വലിച്ച് നമ്മൾ ഞാൻ കരയ്ക്ക് അടുപ്പിക്കൊണ്ടിരിക്കുക. എന്തായാലും കിട്ടുവാനെ.
ഓ ഓ അയ്യോ ഭയങ്കര ഓർമ്മ. എന്തോ ഒരിച്ചിരിയും കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ കീറിപ്പോയനെ. നോക്കേ. ഒരു ചാക്കലവും കൂടെ പോയിരുന്നെങ്കിൽ പണി കിട്ടിയാണ്. ഭയങ്കര ഓർമ്മ. തലയൊക്കെ സൈസാട്ടോ. അല്ല അടിപൊളി വാസം നോക്കെ. ചെറുതായിട്ടേ തൊട്ടിട്ടുള്ളൂ. ഭയങ്കര ഓർമ്മ. എടുക്കാൻ പോലും പറ്റത്തില്ല. കീഴിൽ ഓർമ്മ കേട്ടോ.